ഇതാക്കരുത് കേട്ടോ. ആൾക്കാരെ കൊല്ലം മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിലെ ഒരു അത്തപ്പൂക്കളം കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. ഇതാണ് ആ അത്തപ്പൂക്കളം. ഇവിടെ രണ്ട് അത്തപ്പൂക്കളമാണ് ക്ഷേത്രസഭയുടെയും അതുപോലെ തന്നെ നാട്ടിലെ യുവാക്കളുടെയുമാണ് രണ്ട് അത്തപ്പൂക്കളം ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഈ രണ്ട് അത്തപ്പൂക്കളം ഇട്ടതിന് ചൊല്ലിയുള്ള പ്രശ്നമാണ് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഏറ്റെടുത്തത്. അതിൽ കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. 25 യുവാക്കൾക്കെതിരെയാണ് ആ FIRൽ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയടക്കം ചിഹ്നം ഈ അത്തപ്പൂക്കളത്തിൽ ഉപയോഗിച്ചു, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം BJP ഹാൻഡിലുകൾ ഈ വിഷയം വളരെ സജീവമായി ചർച്ചകളിലേക്കടക്കം കൊണ്ടുവരികയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഈ അത്തപ്പൂക്കളത്തിന് മുൻഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇത് മാറ്റണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് BJP ഹാൻഡിലുകൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ഇപ്പോൾ BJPയുടെയും അതുപോലെ തന്നെ സ്ഥലത്തെയും ഈ യുവാക്കളടക്കമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. BJPയുടെ ജില്ലാ അധ്യക്ഷ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ എന്താണ് ഇക്കാര്യത്തിൽ BJPയുടെ ഒരു നിലപാട്? BJP ഇക്കാര്യത്തിൽ വളരെ സജീവമായ ചർച്ചകളിലേക്ക് അടക്കം പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം അടക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്തൊരു ഇതാണ്. കാരണം ഒട്ടനവധി യുവതികളായിട്ടുള്ള അമ്മമാരുടെ, നമുക്കറിയാം ആ വിഷയം ചർച്ച ചെയ്യേണ്ടതല്ല, ഒട്ടനവധി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരുപാട് അമ്മമാരുടെ സിന്ദൂരം മാച്ചതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യമൊട്ടാകെ ഇതിന് എല്ലാവിധ പിന്തുണയും തന്നതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു അത്തപ്പ് ഇട്ടതിൻ്റെ പേരിൽ ഇത് മാറ്റണമെന്നാണ് ഇവിടുത്തെ പോലീസ് അധികാരികൾ പറയുന്നത്. നമുക്ക് അത്തപ്പ് ഇടുന്നതിന് പോലീസിൻ്റെ പിന്തുണയോട് കൂടിയേ ഇത് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഇതിനെതിരെ പാർട്ടി വലിയ രീതിയിലുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതിനെതിരെ കാരണം ഒരു അത്തപ്പ് ഇട്ടതിൻ്റെ പേരിൽ മാറ്റിയേ പറ്റൂ, ക്ഷേത്രം അടക്കമുള്ളവരാണ് ഇതിന് പറയുന്നത് ഇത് മാറ്റണം എന്നുള്ളത്. അതുകൊണ്ട് പാർട്ടി ഇത് ഏറ്റെടുത്ത് നല്ല രീതിയിലുള്ള സമരപരിപാടികളായിട്ട് തന്നെ മുന്നോട്ട് പോകും. BJP ഹാൻഡിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഈ ഡിസൈൻ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അപ്രൂവൽ വാങ്ങണമെന്നുള്ളതാണ്. അത്തരം ആവശ്യമുണ്ടോ? നോക്കൂ, ഇതിനകത്ത് ഇതൊരു അത്തപ്പൂ ഇട്ടതിൻ്റെ ഒരു പ്രശ്നമല്ല. അത്തപ്പൂവിനകത്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് ഉള്ളതാണ് പ്രശ്നം. അപ്പം ഈ നാട്ടിൽ നമ്മുടെ ലോകത്ത് മൊത്തം കാണിച്ചു കൊടുത്ത ഭാരത സൈന്യത്തിൻ്റെ ഒരു കരുത്ത് നമ്മൾ കാണിച്ചു കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. ഓരോ ഭാരതീയർക്കും ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. അങ്ങനെ ഇവിടുത്തെ ചെറുപ്പക്കാർ ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇവിടെ പേരെഴുതി വെച്ചെന്ന് വെച്ചാൽ ആ പേര് മാറ്റാനാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലാതെ അത്തപ്പൂവുള്ള പ്രശ്നമല്ല. ഒന്ന്. രണ്ടാമതായിട്ട് ഈ ഒരു അത്തപ്പൂവിലും ഈ പേരെഴുതുന്നതിനും പോലീസിൽ നിന്ന് മുൻകൂറായിട്ടുള്ള അനുമതി വാങ്ങിച്ച ശേഷമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് തന്നെ കാണാം, ഇത് എങ്ങും റോഡ് തടസ്സമോ അങ്ങനത്തെ ഒരു കാര്യവുമില്ല. അത്തപ്പൂ ഇട്ടത് ഭഗവാന്റെ മുന്നിൽ ആ പ്രദേശത്ത് തന്നെയാണ്, അല്ലാതെ റോഡിലൊന്നുമല്ല. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് ഈ കേരളത്തിൽ എന്താണ് ഒരു അലർജി? ആർക്കാണ് ഈ അലർജി? അപ്പോൾ അത് ഒരു കാര്യം ചർച്ചയാക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് നോക്കൂ, ഇതിപ്പം കേരളത്തിൽ മാത്രമല്ല, ലോകത്തുള്ള ഭാരതത്തിലുള്ള എല്ലാവരും ചോദിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ എന്താണ് അലർജി? അത് കേരളത്തിൽ പ്രത്യേകിച്ച്, ഇതിപ്പോൾ പാകിസ്ഥാനൊന്നും അല്ലല്ലോ, ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന ഇതൊന്നുമല്ല, ഇത് കേരളമാണ്, ഇത് ഭാരതമാണ്. ഭാരത സൈന്യം ചെയ്ത ഒരു ഓപ്പറേഷൻ്റെ പേര് പോലും എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ? ഓപ്പറേഷൻ സിന്ദൂറാണ് BJP ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പക്ഷേ പോലീസിന്റെ FIRൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് തെറ്റാണെന്ന് ഒരു ഘട്ടത്തിൽ പോലും മുന്നോട്ട് പോകുന്നില്ല. പകരം ഇതുമായി ബന്ധപ്പെട്ട ചില ചിഹ്നങ്ങളാണ് പോലീസിന്റെ FIRൽ പറയുന്നത്. ഒന്ന്, ഈ കൊടി ഇതിൽ ഉപയോഗിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഹൈക്കോടതിയുടെ നിർദ്ദേശമടക്കം ഇക്കാര്യത്തിൽ ഉള്ളതാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ശിവജിയുടെ ചിത്രം ഇതിന് സമീപത്തായി ഉപയോഗിച്ചു എന്ന പരാമർശം കൂടി FIRന്റെ ഭാഗമാകുന്നുണ്ട്. ഈ അത്തപ്പൂക്കളം ഇട്ട ആൾക്കാർ കൂടി ഇതിനോടൊപ്പം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളടങ്ങുന്ന ചെറുപ്പക്കാരാണ് ഈ ഭാഗത്ത് ഈ അത്തപ്പൂക്കളം ഇട്ടത്. അത് വലിയ രീതിയിൽ പ്രശ്നമാവുകയും ചെയ്തു. ഇപ്പോൾ എന്താണ് തോന്നുന്നത്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളുടെ വന്ന് പറഞ്ഞതാണ് ഈ പൂക്കളം ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ പോലീസ് ജീപ്പ് കൊണ്ട് കയറ്റി ഇടുമെന്ന് പറഞ്ഞതാണ്. ഇതിന് ഇവിടെ ഇടാൻ സംബന്ധിച്ച അനുമതി ആദ്യം തന്നില്ലായിരുന്നു. അവസാനം CA ഇടപെട്ട് വരികയും 2 പോർഷനായിട്ട് തിരിച്ചിട്ട് അവിടെ ക്ഷേത്രസഭയ്ക്കും ഇവിടെ നാട്ടിലെ യുവാക്കൾക്കും വേണ്ടിയിട്ട് CAയുടെ നേതൃത്വത്തിൽ വന്നാണ് ഈ സ്ഥലം നമുക്ക് 2 പേർക്കും തിരിച്ചു തന്നത്. നമ്മളത് പൂക്കളം ഇടുകയും ചെയ്തു. രാവിലെ ഇവിടെ രാത്രി മുതൽ പകൽ വരെ ഒരു പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നതാണ്. രാവിലെ വന്നിട്ടാണ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് പോലീസ് വന്ന് ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുകയും ഇവിടുത്തെ അമ്പലത്തിലെ സെക്രട്ടറിയായ എക്സ് സർവീസ്മാനായ അശോകൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ട്. അദ്ദേഹവും എക്സ് സർവീസ്മാനാണ്, അദ്ദേഹം ഒരു പട്ടാളക്കാരൻ, രാജ്യത്തിന് വേണ്ടി സർവീസ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹം അടക്കമാണ് ഈ പറഞ്ഞത് ഇത് എന്തിനായി ചെയ്തെന്നുള്ളത്.
ഇത് ക്ഷേത്രസഭ ഇട്ട അത്തപ്പൂക്കളമാണ്. എന്തായാലും ഈ അത്തപ്പൂക്കളം വലിയ വിവാദങ്ങളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന് പുറത്തടക്കം ഇത് വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ക്ഷേത്രസഭ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഇത് നേരത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവുള്ളതാണ് എന്നുള്ളതാണ് ക്ഷേത്രസഭയുടേതായ ഇക്കാര്യത്തിലെ പ്രതികരണം. പരാതി കോടതി പോലീസ് സ്റ്റേഷൻ മുമ്പാകെ എത്തുന്നു. അത്തപ്പൂക്കളം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ വിഷയമായി മാറുന്നു, ചർച്ചാ വിഷയമാറുന്നു. എന്താണ് ക്ഷേത്രസഭയ്ക്ക് ഇക്കാര്യത്തിലെ പ്രതികരണം? ഇത് കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 2 വർഷത്തിൽ ഒരു 10 വർഷത്തോളമായിട്ട് ഒരു വിഭാഗം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയും നിരവധി പരാതികൾ ഇതിനെ പ്രതി വരികയും ചെയ്തു. കാര്യം പല സംഘടനകളും വരികയും അവർക്കും പൂക്കളം ഇടണമെന്നുള്ള രീതിയിൽ വരികയും ചെയ്തു. അതിന് പ്രകാരം നമ്മൾ കോടതിയെ സമീപിക്കുകയും കോടതിയല്ല കേസ് കൊടുക്കുകയും ഈ ഒരു കാരണവശാൽ നമ്മുടെ 100 മീറ്റർ ചുറ്റളവിൽ കൊടിതോരണങ്ങൾ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ബാനറുകൾ ഉൾപ്പെടെയുള്ള യാതൊന്നും ഉണ്ടാകരുതെന്ന് കോടതി വിധി വരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഒരു പൂക്കളം ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പോലീസ് ഇത് ബന്ധപ്പെടുകയും അവർ പറഞ്ഞ ഒരു കാരണവശാലും ഇതിനകത്ത് ചേർന്ന് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഭരണസമിതി ഒന്ന് ആലോചിച്ചതിന് ശേഷം അവർക്ക് കുറച്ച് സ്പേസ് കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മാത്രം അവരിത് ഒഴിവാക്കി, രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊഴിവാക്കി അവർ ചെയ്തു. പക്ഷേ വീണ്ടും ഇപ്രാവശ്യം നമ്മുടെ സ്ഥലം കയ്യേറി 2 ദിവസം മുമ്പ് അവിടെ അടയാളപ്പെടുത്തുകയും അത് പോലീസിനെ സമീപിക്കുകയും പോലീസുകാർ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. മാർക്ക് ചെയ്ത് നൽകിയിരുന്നോ? ഏതെങ്കിലും സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ഇരു കൂട്ടർക്കുമായി നൽകിയിരുന്നോ? പോലീസ് കഴിഞ്ഞ ദിവസം വിളിച്ച് ചേർത്ത ആ മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു അവർക്ക് സ്ഥലം കൊടുക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിതോരണങ്ങളോ വേറെ അടയാളങ്ങളോ പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അത് ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അതിന് പ്രകാരം പോലീസ് അവിടെ വരികയും ഈക്വലായിട്ട് അവർക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു, സ്ഥലം മാർക്ക് ചെയ്തു. പക്ഷേ രാവിലെ ആയപ്പോൾ പോലീസ് അവിടെ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞ സമയത്ത് അവരവിടെ കൊടിയുടെ അടയാളങ്ങൾ വീണ്ടും വരച്ചു വെക്കുകയും ഓപ്പറേഷൻ സിന്ദൂരിന് ഞങ്ങൾ ആരും എതിരല്ല, ഒരിക്കലും നമ്മളുടെ രാജ്യത്ത് വസിക്കുന്ന ഒറ്റയാളും എതിരല്ല ഒരിക്കലും. സൈനികർ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. നമ്മുടെ രാജ്യം ഞങ്ങളൊക്കെ അതിനകത്ത് അഭിമാനിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഉറപ്പായിട്ട് അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. രാജ്യത്തെ പട്ടാളക്കാരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ആദരവ് തോന്നുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. പക്ഷേ അതിനെ വ്യാജമായിട്ട് ഇവിടെ അതിനെതിരെയാണ് നിന്നതെന്നുള്ള രീതിയിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രതികരണങ്ങൾ പല ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ഒരു വാർത്താ ചാനലും കൊടുക്കരുതായിരുന്നു അത്. പക്ഷേ അങ്ങനെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സത്യാവസ്ഥയാണ് ഇപ്പം നമ്മളുടെ 24 ലൈവിൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ഒരു കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ ഒരു ഇലക്ഷൻ നടന്നിരുന്നു. വാശിയേറിയ ഒരു ഇലക്ഷന് 2 വിഭാഗമായിട്ട് മത്സരിക്കുകയും ഞങ്ങളുടെ ഭരണസമിതി ഭൂരിപക്ഷ പ്രകാരം ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വളരെ വലിയ തോതിൽ 1.5 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുരങ്കം വയ്ക്കാനുള്ള പരിപാടികളാണ് ഒരു വിഭാഗത്തിൻ്റെ RSSൻ്റെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇല്ല. ഒരു കൂട്ടം ചെറുപ്പക്കാർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും നമുക്ക് എതിരായിട്ട് ഇങ്ങനെ സംഘടിതമായിട്ട് കുറച്ചാളുകൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി തന്നെയാണോ ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറയുക ഇവിടെ സൂചിപ്പിച്ച പോലെ പല വർഷങ്ങളായിട്ട് പൂക്കളം ഇടുകയും അതിനകത്ത് RSS എഴുതി വെക്കുകയും കാലങ്ങളായ ഭരണസമിതി അവരോട് അത് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട യുവജന സംഘടനകൾ അവർക്കും ആവശ്യപ്പെടുകയും അപ്പോൾ ഭരണസമിതി വെട്ടിലാവുന്ന രീതിയിലെത്തി. ഈ ഭരണസമിതി നേരെയായിട്ട് 3 വർഷമായി. ആദ്യ വർഷം അതേപോലെയാണ് RSS സിന്ദൂർ എന്ന ക്യാമ്പയിൻ വ്യാജമാണ് എന്നുള്ളതാണ് ക്ഷേത്രസഭയുടെ അഭിപ്രായം. അല്ല പറയാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം RSS എഴുതി പൂക്കളം ഇട്ടു. വീണ്ടും ആൾക്കാർ പരാതിയായിട്ട് വന്നു. ക്ഷേത്രസഭയ്ക്കെതിരെ നല്ലൊരു പ്രശ്നം ചുമത്തി നാട്ടിൽ നിന്ന് ആൾക്കാർ. അപ്പോൾ അതിന് മാർഗ്ഗമൊന്നുമില്ല. കൊടി കെട്ടുന്നത്, ഉത്സവകാലം വന്ന പ്രശ്നം ഉണ്ടാക്കുന്നത്, കൊടിയേറ്റ ദിവസം കൊടിയേറ്റി ഇക്കാര്യം പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിലാണ് ഇപ്പോൾ BJP ഹാൻഡിലുകളെല്ലാം ക്യാമ്പയിൻ നടത്തുന്നത്. അത് വ്യാജമാണോ എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ്-സർവീസ്മാനാണ്. ഒരിക്കലും ഞാനെതിരായിട്ട് നിൽക്കില്ല. അത് ഭരണസമിതിയെ ടാർഗറ്റ് ചെയ്ത് പ്രത്യേകിച്ച് സെക്രട്ടറി എന്ന നിലയിൽ എനിക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഒരിക്കലും എതിരല്ല. അതിനെ എല്ലാ വർഷവും അത് കൊണ്ടാടണം, അതിൻ്റെ മാന്യത കൊടുക്കണം. അത് ഞാൻ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു എക്സ്-സർവീസ്മാൻ ആയതുകൊണ്ട് അത് കൂടുതൽ താല്പര്യമുള്ള കാര്യമാണ്. നല്ല കാര്യമായിട്ടാണ് പറയുന്നത്. അതിനൊരിക്കലും എതിരല്ല. അത് വ്യാജമായിട്ട് ഈ ക്ഷേത്ര ഭരണസമിതിക്കും പ്രത്യേകിച്ച് എനിക്കെതിരെ വ്യാജമായിട്ടൊരു പോസ്റ്റ് ഉണ്ടാക്കിയത് അത് കൊടുത്ത ചാനലുകാർ കൊടുത്ത നടപടി ശരിയല്ല. അതല്ലെങ്കിൽ അതിന് കാരണങ്ങൾ തിരക്കിയിട്ട് വേണം അത് കൊടുക്കാൻ. ക്ഷേത്രസഭ ഒന്നിനും എതിരല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാണ്. നമുക്കൊറ്റ കാര്യമുള്ളൂ, ക്ഷേത്രത്തെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് എല്ലാവരുടെയും കൂട്ടായ്മ വേണം. അവിടെ മറ്റുള്ളവർ ഓരോ പാർട്ടികൾ വരുമ്പോൾ മറ്റുള്ളവരും വന്നിട്ട് അവർക്ക് അവകാശപ്പെടും, അവരും ആവശ്യപ്പെടുന്നുണ്ട്. അതൊന്നും ഒഴിവാക്കി സംഘർഷമില്ലാതെ ക്ഷേത്ര ഭരണ സമിതി
മുന്നോട്ട് ഭരണം കൊണ്ടുപോകണം, അത് വികസന പ്രവർത്തനം നടത്തണം, ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ കൊണ്ടുപോകണം, നാട്ടുകാരെ മൊത്തം സഹകരിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം. എന്തായാലും അത്തപ്പൂക്കളം ഇട്ടതും അത്തപ്പൂക്കളവുമെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും കേരളത്തിന് പുറത്തുമടക്കം ചർച്ച ചെയ്യുകയാണ്. കൊല്ലം മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ ഈ അത്തപ്പൂക്കളമാണ് ഇപ്പോൾ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. കൊല്ലത്ത് നിന്ന് ആർ അരുൺ രാജ്, 24.